പ്രിയരെ, ജപമാലക്കൂട്ട് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31, 1 തീയതി മുതൽ 31 തീയതി വരെ പരിശുദ്ധ അമ്മയുടെ ജീവിതാനുഭവങ്ങളും ഈശോയുടെ ജീവിത രഹസ്യങ്ങളെല്ലാം നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് സമാപന ദിവസമാണ്. ഫീദ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ വലിയ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തന്നത്. അതിന്റെ പിന്നിൽ ഈ കേൾക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും ത്യാഗവുമുണ്ട്. കർത്താവ് നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കി. തൃശ്ശൂർ അതിരൂപതയിലെ ആബാധ്യാന കേന്ദ്രത്തിൽ 40 മാസം മുടങ്ങാതെ ദിവികാരുണ്യ ആരാധന, 40 മണിക്കൂർ ദിവികാരുണ്യ ആരാധനയും 13 മണിക്കൂർ ദിവികാരുണ്യ ആരാധനയും മുടങ്ങാതെ എല്ലാ മാസവും നടത്താൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ നമുക്ക് അതിനുവേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ മക്കൾ വന്ന് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഈശോയിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, ഈ ഒക്ടോബർ 31 തീയതി മാതൃസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട്. നമ്മുടെ അതിരുകൾ കർത്താവ് വിസ്തൃതമാക്കുകയാണ്. 1 ദിനവൃത്താന്തം 4:10 കർത്താവ് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. കേരളത്തിന്റെ കരിസ്മാറ്റിക്കിന്റെ തറവാട് എന്നൊക്കെ അറിയപ്പെടുന്ന മുരിങ്ങൂരിലെ ചാലക്കുടിയിലെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നാളെ 4 മണി മുതൽ നവംബർ 2 ഞായറാഴ്ച 6 മണി വരെ ജാഗരണ പ്രാർത്ഥനയും 13 മണിക്കൂർ ദിവികാരുണ്യ ആരാധനയും നടത്തുകയാണ്. ആദ്യമായിട്ടാണ് ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നാം ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ആത്മീയ ശുശ്രൂഷയിലേക്കും ആരാധനയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. കുമ്പസാരവും പരിശുദ്ധ കുർബാനയും സ്പിരിച്വൽ കൗൺസിലിംഗും എല്ലാം ഉണ്ടായിരിക്കും. കർത്തൃസന്നിധിയിൽ 13 മണിക്കൂർ സമയം ദിവികാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ജപമാലക്കൂട്ട് എന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വീഡിയോ അയച്ചു തന്ന ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിത സിസ്റ്റേഴ്സ്, ആത്മായ സഹോദരങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇത് എഡിറ്റ് ചെയ്ത എല്ലാ സഹോദരങ്ങളോടും പ്രത്യേകം നന്ദിയുണ്ട്. സ്നേഹമുള്ളവരെ, ഫീദ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നവംബർ 1 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 13 മണിക്കൂർ ആരാധനയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ അക്കര.